പഠിക്കാൻ പോകുന്നത് ഫിഗർ മാച്ചിങ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിഗർ മാച്ചിങ്ങിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എല്ലാരും റെഡി അല്ലേ? നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് ഏറ്റവും ആദ്യം പറയുന്നത് നമുക്കിത് നോക്കണം. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ആൻസറിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എല്ലാരും വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 1, 2, 3, 4 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ മതി. ഹായ് ഹന്ന. പിള്ളേരും റെഡിയാണ്, സൗണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. താങ്ക് യു. ആൻസർ വന്നു കഴിഞ്ഞു. പല ആൻസേഴ്സ് വരുന്നു. 3ഉം 4ഉം വരുന്നു. അലൻ ബിൻസൺ. ഓക്കെ, നോട്ട് ബിൻ. ഓക്കെ ഓക്കെ. നമുക്ക് ഏറ്റവും ആദ്യ ആൻസർ പറഞ്ഞ ആളുടെ പേരൊന്ന് പറയണേ. 3 ആണോ 4 ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അതിനകത്ത് തന്നെ അനിക. അനികയുടെ പേരെന്തായിരുന്നു? അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് നമ്മളുടെ ഇന്നത്തെ ആൻസർ. നമ്മൾ ഇതിന്റെ ആൻസർ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അറിയാവുന്നവർ അറിയാത്തവരൊക്കെ ശ്രദ്ധിക്കണം. നമ്മളുടെ ഓരോ കുഞ്ഞു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതൊരു ബോക്സ്, ഇതൊരു ബോക്സ്, ഇതൊരു ബോക്സ്. എന്നിട്ട് ഈ ബോക്സ് ആണ് നമ്മളത് ചോദിച്ചത് എന്തുവാണ്, അല്ലെ? ഈ 4 ബോക്സിൽ എന്താണ് കിടക്കുന്നത്? ഓരോ ബോക്സും സെയിം സാധനമാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഈ ബോക്സിൽ ഇരിക്കുന്നതും ഈ ബോക്സിൽ ഇരിക്കുന്നതും ഈ ബോക്സിൽ ഇരിക്കുന്നതും സെയിം ആണ്. അപ്പൊ നമ്മൾ ഒരു ബോക്സ് നോക്കി. ഒരു ബോക്സ് നോക്കിയപ്പോൾ ഇങ്ങനൊരു സാധാ ഒരു സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് 2 ട്രയാങ്കിൾ ആക്കിയേക്കുന്നു, അല്ലെ? ഇവിടെ 2 ട്രയാങ്കിൾ. എന്നിട്ട് ഇതിന്റെ എവിടെ നിന്ന് ഒരു ഏകദേശം ഒരു മിഡിൽ ഭാഗത്ത് നിന്ന് ഒരു ഹാഫ് സർക്കിളിന്റെ ഇങ്ങനെ വരച്ചേക്കുന്നു. നമുക്ക് വേണമെങ്കിൽ 3 എന്ന് പറയാം, അല്ലെ? ഇങ്ങനെ നമ്മളൊരു 3നെ വരയ്ക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ വരച്ചേക്കുന്നു. ഇതാണ് ഈ സൈഡ്. ഈ സൈഡ് വന്നപ്പോഴത്തേക്ക് തിരിച്ചു. നമ്മൾ അട്ടപ്പൂക്കളൊക്കെ ഇടുന്നത് പോലെ ദാണ്ട് ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഈ സൈഡിൽ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കാം. അപ്പോ ദാണ്ട് നമുക്ക് ഇതല്ല എന്ന് പെട്ടെന്ന് മനസ്സിലായി. ഇവരെന്താ ഈ ഫിഗറിൽ നമ്മുടെ അമ്പിളിമാമൻ എങ്ങോട്ടിരിക്കണം, നമ്മുടെ 3 എങ്ങോട്ടിരിക്കണം, ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇതിനകത്തും 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 നേരെയാണ് അമ്പിളിമാമന്റെ പൊസിഷൻ. എന്നാൽ ഇതങ്ങനെയാണോ? അല്ല. അപ്പൊ ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇത് എന്റെ ആൻസർ അല്ല, അല്ലെ? എന്റെ ആൻസർ ആണോ? അല്ല. എന്നാൽ ഈ വരയിലേക്ക് പോയി വരത ഇങ്ങനെ പോണം. ഇതിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ടച്ച് ചെയ്തിട്ടുണ്ടോ? ടച്ച് ചെയ്തിട്ടില്ല. ഇവിടെ ദാണ്ട് ഈ സൈഡിൽ വരയുണ്ടോ? വരയില്ല. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ആൻസർ 3 ആണ്. എല്ലാവർക്കും ആൻസർ മനസ്സിലായോ? എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളത് 3 ആണ്. ഹായ് ശിവാനി. ശിവാനിയുടെ ആൻസർ കറക്റ്റ് ആണ്. എന്റെ പേര് റീജ എന്നാണ് കേട്ടോ. റീജ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റി ആണ് പഠിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ദിവസം പഠിച്ചതാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? 3. ഓപ്ഷൻ 3 ആണ് നിങ്ങളുടെ ആൻസർ എന്ന് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ആദ്യം തന്നെ നമ്മുടെ ആൻസർ അല്ലാത്ത സാധനം ഏതാണോ അത് നമ്മൾ അങ്ങ് വെട്ടിക്കളയാം. ഇത് യാതൊരു തരത്തിലും പോസിബിൾ അല്ല. അപ്പൊ ഇത് ക്യാൻസൽ. ഇനി ഇതെല്ലാം പോസിബിൾ ആണ്. ഇനി ഇതിനകത്തൂടെ വര പോയിട്ടുണ്ട്. അപ്പൊ അകത്തൂടെ വര പോയിട്ടില്ലെങ്കിൽ ഇത് ക്യാൻസൽ. ഇത് രണ്ടും അകത്തൂടെ വരെയുണ്ട്. പക്ഷെ തന്നെ ഈ ഫുള്ളായിട്ട് ഇതിനെ അങ്ങ് ഡിവിഷൻ ആക്കി ഒരു സിമെട്രിക് ആക്കി മാറ്റി, അല്ലെ? ഫുള്ളായിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ സിമെട്രി ആക്കി അല്ലെങ്കിൽ 2 ട്രയാങ്കിൾ ആക്കി മാറ്റി. ഇപ്പൊ ഇവിടെ അത് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഇത് നമ്മൾ ആൻസർ അല്ല. നമുക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ. അത് നമ്മുടെ ഓപ്ഷൻ 3 ആണ്. എല്ലാവർക്കും പിടി കിട്ടിയില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല. എല്ലാവർക്കും ക്ലിയർ ആണ്. ഒരാൾക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? മനസ്സിലാകാത്തവരെ വീണ്ടും പറയണം. ഞാൻ എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞു തരും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ചോദ്യം ആദ്യ ആൻസർ പറഞ്ഞത് അനികയായിരുന്നു. അനികയുടെ ഒറിജിനൽ നെയിം എനിക്ക് കിട്ടിയില്ല. അപ്പോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹൈ സിജുമോൾ. എന്തിനാണ് നമ്മൾ കാസ്റ്റ് പറയുന്നത്? എല്ലാരും മനുഷ്യരല്ലേ, നമ്മൾ കാസ്റ്റ് പറയാൻ പാടുണ്ടോ? അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം ഇതാണ്.
ആരാണ് ആദ്യം പറയുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. എല്ലാരും പെട്ടെന്ന് ആൻസറിലേക്ക് പോവുക. ഹായ് റീന, കൺഗ്രാറ്റ്സ്. ആൻസർ ശരിയാണല്ലേ? മെജോറിറ്റി ആളുകൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ആൻസർ ശരിയായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഹായ് ഹന്ന. ഇപ്പൊ ആൻസർ ഏറ്റവും ആദ്യ ഓപ്ഷൻസ് പറഞ്ഞത് ഈ ചോദ്യത്തിന് ആൻസർ ആയിരുന്നോ രേഖ പറഞ്ഞത്? ബെന്ന്. ജുവല് 4 പറയുന്നത്. അനിഖ 4 പറയുന്നത്. അനികയാണ് ഇപ്രാവശ്യവും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റ്സ് അനിക. റിയാൻ, സിജിമോൾ, ഏഞ്ചല. ഓക്കെ, ഏഞ്ചല ആൻസർ പറഞ്ഞു. ആവണി ആൻസർ പറഞ്ഞു. നക്ഷത്ര ആൻസർ പറഞ്ഞു. ഹന്നിയുടെ ആൻസർ കറക്റ്റ് ആണ്. ശ്രീനന്ദ ആൻസർ പറഞ്ഞു. അഭിനന്ദ് ആൻസർ പറഞ്ഞു. അലൻ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ടൈം കിട്ടി പറയാൻ. എങ്കിൽ ഞാനും കൂടി നോക്കട്ടെ ആൻസർ എന്താണ്. നമുക്ക് നോക്കാം. എല്ലാരും റെഡി അല്ലേ? നമ്മൾ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കി. ഇവിടെയാണ് മിസ്സിംഗ്. അപ്പൊ ഈ ഒരു ചെറിയ പോർഷൻ ആണ് മിസ്സിംഗ്. ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ ഒരു റെക്ടാംഗിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് രണ്ടുമല്ലേ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഞാൻ ഇട്ടി ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ മായിച്ചു. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി എനിക്ക് ഇവിടെ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ മിസ്സിംഗ് ഉണ്ടോ? ഉണ്ടല്ലോ. ദാണ്ട് ഇതിനെ സിമെട്രിക് ആക്കിയ ഈ ഒരു ലൈൻ മിസ്സല്ലേ? അപ്പൊ ഈ ലൈൻ ഞാൻ വരച്ചു. ഈ ലൈൻ ഇങ്ങനെ ഞാൻ താഴോട്ട് വരയ്ക്കേണ്ട കാര്യമുണ്ടോ? പട്ടം പോലെ ആക്കണോ? വേണ്ട. ഈ ലൈൻ ദാണ്ട് ഇവിടം വരെ ഉള്ളൂ, ഈ ഒരു പോർഷനിൽ ഇല്ല. അപ്പൊ എന്റെ ആൻസർ ഫിഗർ എന്താണ്? ഒരു സ്ക്വയർ വരയ്ക്കുക, എന്നിട്ട് സർക്കിളിന്റെ ഒരു പോർഷൻ വരയ്ക്കുക. ഇനി ദാണ്ട് ഈ അറ്റവും കൂടെ യോജിപ്പിക്കുന്നു, ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഇങ്ങനെ നേരെ വരയ്ക്കാം. ഇതാണ് എന്റെ ആൻസർ. അപ്പൊ ഇത് ദാണ്ട് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ലെ? ഇത് താഴോട്ടാണോ ഇരിക്കേണ്ടത്? താഴോട്ടല്ല. ഈ സൈഡിലോട്ടാണോ? ഇപ്പുറത്തെ സൈഡിലോട്ടാണോ? അല്ല. ഈ സൈഡാണോ? അല്ല. ഈ സൈഡ്. നമുക്ക് ഈ സൈഡാണ് വേണ്ടത്. എന്റെ ഈ ഒരു ആൻസറുമായി മാച്ച് ചെയ്യുന്നത് 4 ആണ്. ഓപ്ഷൻ 4 ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന്? എല്ലാവർക്കും പിടികിട്ടിയെങ്കിൽ ഒന്ന് സ്മൈലി ഇട്ടേ. സ്പീഡ് കിട്ടിയവരെല്ലാം ഒന്ന് സ്മൈലി ഇട്ടേ. എല്ലാവർക്കും ആൻസർ പിടികിട്ടി എന്ന് വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആൻസർ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകണം. എങ്കിലേ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്കത് കൃത്യമായി ചെയ്യാൻ പറ്റൂ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, മിസ്സിംഗ് ആയിട്ടുള്ളത് നമ്മൾ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു സർക്കിൾ ആണ്. ഇവിടെ ഇങ്ങനെയും കൂടെ വരയ്ക്കാമെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്കൊരു സ്ക്വയർ ആക്കാം. പിന്നെ ദാണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ വരച്ചു. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സർക്കിളിന്റെ പോർഷൻ, ഇങ്ങനെ ഒരു പോർഷൻ. അപ്പോ ഇതാണ് എനിക്ക് കിട്ടുന്ന പോർഷൻ എന്ന് നമ്മൾ നോക്കുക. അത് ഞാൻ ഇങ്ങോട്ട് കണ്ടുപിടിക്കുക. ഇതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഉത്തരത്തിൽ എത്താൻ സാധിക്കും. എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇമോജി ഇടണം. ഇമോജി ആരും ഇട്ടില്ല. ഇമോജി ഇടണം. അതാണ്ട് ഇമോജിയുടെ ബഹളം. എല്ലാരും ഇമോജി ഇട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2 തവണയും അനികയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല വാശിയോടെ നിൽക്കുക. അതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോവുകയാണ്. ഇപ്രാവശ്യം ആരാണ് ഫസ്റ്റ് പറയുന്നതെന്ന് അറിയണം. ലെറ്റ്സ് വെയിറ്റ്. ദാണ്ട് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ പറഞ്ഞു. അനിക തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഇപ്രാവശ്യം ഫസ്റ്റ് പൊസിഷനിൽ എത്തുമോ നമുക്ക് നോക്കണം. ഓക്കെ, കൺഗ്രാറ്റ്സ് റീന. ആൻസർ ശരിയായി. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ശരിയാക്കി. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അഭിനന്ദ് ആൻസർ കറക്റ്റ് ആയി. ഹന്ന, ഹായ് അഭിനവ്. സർക്കിൾ വരയ്ക്കണം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് കിട്ടി. ഈ 4 ഓപ്ഷൻ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ആരാണ് എന്ന് നോക്കട്ടെ. 3ഉം 2ഉം മിക്സ് ചെയ്ത് പറയുന്നുണ്ട്. അനികയാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത് 2. ലീല 2 പറഞ്ഞു. മനോജ് 3 തുടങ്ങി. പിന്നെ പലരിലും 3ഉം 2ഉം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അലൻ 3 ആണ് പറയുന്നത്. ഹന്ന 2 ആണ് പറയുന്നത്. നിരഞ്ജൻ 2 പറയുന്നുണ്ട്. അപ്പോ ഒരു കൺഫ്യൂഷൻ ആൻസറിലുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ആൻസർ. ഈ ആൻസർ നമ്മൾ നോക്കുമ്പോൾ ഇത്
ഒരു സ്ക്വയർ ആണ് അല്ലെ. പക്ഷെ നമ്മളുടെ ഡയമണ്ട് വരയ്ക്കത്തില്ലേ, ആ ഒരു ഡയമണ്ട് രീതിയിലാണ് ഈ സ്ക്വയർ വന്നേക്കുന്നത്. കറക്റ്റ് ഒരു സ്ക്വയർ വന്നേക്കുവാണ്, പക്ഷെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഈ സ്ക്വയർ വന്നേക്കുന്നത്. അത് പിടികിട്ടിയോ എല്ലാവർക്കും? അല്ലാണ്ട് ഇങ്ങനത്തെ സ്ക്വയർ ആണോ, നേരെ ഇരിക്കുന്ന ഒരു സ്ക്വയർ ആണോ? അല്ല, ഇതൊരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഒരു സ്ക്വയർ ആണ്. പക്ഷെ ഈ ഒരു നമ്മൾ കഴിക്കുന്ന ഡയമണ്ട് ഒക്കെ ഇല്ലേ, നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുന്ന ഡയമണ്ട് അല്ല ഇത്. ഡയമണ്ട് ഷേപ്പാണ്. നമ്മൾ ഈ ഫിഗറിലോട്ട് നോക്കുമ്പോൾ ഒരു കറക്റ്റ് നേരെ തുല്യമായിട്ട് വരുന്ന ഒരു ഡയമണ്ട് ഷേപ്പ് സ്ക്വയർ ആണിത്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ യഥാർത്ഥ ഡയമണ്ട് വരയ്ക്കുമ്പോൾ ഈ ഭാഗം ഇച്ചിരി നീണ്ടു വരും, ഇവിടെ ഒന്നും അത്രയും നീട്ടില്ല. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഡയമണ്ട് ഷേപ്പ് മനസ്സിലാവും. പക്ഷെ ഈ സ്ക്വയറിൽ നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ സംഭവിക്കും. ഇതൊരു ഡയമണ്ട് ഷേപ്പിലെ സ്ക്വയർ ആണ്. അപ്പൊ ഈ സ്ക്വയർ തെറ്റല്ലേ, ഈ സ്ക്വയർ രണ്ടും തെറ്റല്ലേ? ഇത് നേരെ ഇരിക്കുന്ന സ്ക്വയർ ആണ്. ഡയമണ്ട് ഷേപ്പ് ആണോ? അല്ല. അപ്പൊ ഇത് രണ്ടും നമ്മൾ വെട്ടി. ഇനി ഇതിൽ ഏതാണ്ട് ഒരെണ്ണമാണ് എന്റെ ആൻസർ. ഇനി നോക്കുക, ഇതൊരു സർക്കിളിലേക്ക് കംപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നിട്ട് ഈ ഡയമണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് എനിക്കിവിടെ വേണ്ടത്. അപ്പൊ ഇത് എങ്ങനെയാണ് വേണ്ടത്? ഇങ്ങനെ നീട്ടിയാണോ വേണ്ടത്, അതോ ഇങ്ങനെയാണോ വേണ്ടത്? ഇങ്ങനെയല്ലേ വേണ്ടത്? ഇതല്ലേ കറക്റ്റ്? നീട്ടിയല്ല വേണ്ടത്. ഇത്തിരിയേ ഉള്ളൂ ഈ സംഭവം. ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. എല്ലാവർക്കും പിടികിട്ടിയോ? ഓപ്ഷൻ 2ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ 2വിലെ ആ ഒരു സ്ക്വയർ ശ്രദ്ധിക്കുക, ഡയമണ്ട് ഷേപ്പിലാണ് പോയേക്കുന്നത്. മറ്റേത് നേരെ ഇരിക്കുന്ന സ്ക്വയർ ആണ്. നേരെ ഇരിക്കുന്ന സ്ക്വയർ അല്ല ഇവിടെ ചോദിച്ചത്. ആദ്യം തന്നെ ആ ഓപ്ഷൻസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഹായ് സാൽവിയ ഡോറിസ്, ശ്രീനന്ദ, ഹായ് ജുവാൻ, ക്ലിയർ ആണ്? സാൽവിയ, അപ്പൊ എത്ര പേർക്ക് ആൻസർ കിട്ടി? 2 ആണ് എന്ന് മനസ്സിലായോ? മനസ്സിലായവരെല്ലാം ഇമോജി ഇട്ടേ. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ മനസ്സിലായവരെല്ലാരും ഒന്ന് ഇമോജി ഇട്ടേ. ഇതിനകത്ത് ഏതാണ് ആൻസർ? മനസ്സിലായി 2 ആണ് ഞങ്ങളുടെ ആൻസർ എന്ന് മനസ്സിലായവർ ഇമോജി ഇടാം. ഡൗട്ട് ഉണ്ട്, എന്റെ ആൻസർ വേറെ ഏതാണ് എന്ന് ഡൗട്ട് ഉള്ളവർക്ക് പറയാം. ഡയമണ്ട് ഹാസ് ഡിഫറൻസ് 2 is the correct answer. വെരി ഗുഡ്. ഓക്കെ മനസ്സിലായി. അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം 2 പറഞ്ഞതാണ്ട് വീണ്ടും നമ്മളുടെ ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത് ആര് തന്നെ? അനികയാണ്. അനികയുടെ യഥാർത്ഥ പേര് കിട്ടിയില്ല കേട്ടോ. അനികയ്ക്ക് മനസ്സിലായി. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെട്ടെന്ന് തെറ്റിപ്പോവും, മനസ്സിലായോ? നമ്മള് ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് അറിയാം, കാര്യം അറിയാം, പക്ഷെ പെട്ടെന്ന് ഉത്തരം അങ്ങ് പോകും. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവൂ. അടുത്ത ചോദ്യം ഇതാണ് ചോദ്യം. എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണേ. ഈ കാണുന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇതാണ് 4 ഓപ്ഷൻസ്. നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യുക. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഏതാണ് ഡൗട്ട് എന്ന് ചോദിക്കാം. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് അനിക എന്ന് തന്നെയാണ് പേര് അല്ലെ? ഓക്കെ. അനിക അനീഷ് കുമാർ തന്നെയാണ് പേര്. ഏറ്റവും ആദ്യം ആൻസറിലേക്ക് വന്നത് അഭിനന്ദ് 2 പറയുന്നു, ആരോൺ 1 പറയുന്നു, നക്ഷത്ര 4 പറയുന്നു, ജുവൽ 1 പറയുന്നു. എല്ലാ ഓപ്ഷനും ഉണ്ടല്ലോ. ആവണി 1 പറഞ്ഞു, അഭിനവ് 1 പറഞ്ഞു, ഇറ്റാച്ചി 1 പറഞ്ഞു, ഹന്ന 2 പറയുന്നു. ഓക്കെ, ആൻസർ ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലേ, ഏതാണ്? അപ്പോ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 പറയുന്ന കുറച്ച് പേർ, 2 പറയുന്ന കുറച്ച് പേർ, 3 പറയുന്നു, 4 പറയുന്നു. അപ്പൊ നമുക്ക് ആൻസർ നോക്കണം. എന്താണ് ഈ ക്വസ്റ്റ്യൻ? എല്ലാരെയും ബുദ്ധിമുട്ടിച്ച ഒരു ക്വസ്റ്റ്യൻ ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടോ, ഒരു സ്ക്വയർ അങ്ങോട്ട് വരച്ചിട്ട് ഏതോ ഒരു പൊസിഷനിൽ നമ്മള് ഇസഡ് വരയ്ക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതോ ഒരു പൊസിഷനിൽ ചുമ്മാണ്ട് ഇസഡ് വരച്ചേക്കുവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ ഇസഡ് വരച്ചേക്കുവാണോ? അത് പിടികിട്ടിയോ? ഓക്കെ, ഇത് പല രീതിയിൽ നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ എനിക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ എന്താണ്ട് ഇത് ഞാനങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതൊരു സ്ക്വയർ ആണ്, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത് കംപ്ലീറ്റ് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ്?
കണ്ട, ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ വേണമെങ്കിലും എനിക്ക് എടുക്കാം. കണ്ട, ഈ ഒരു പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എല്ലാം കണ്ടോ ഇസഡ് വന്നേക്കാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇസഡ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങോട്ട് വരണം? ഇത് കണ്ട, ഇവിടെ ഇങ്ങോട്ട് വന്നേക്കുന്നു, ഇവിടെ എങ്ങോട്ട് വരണം. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാകുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താണ്? ഏതോ ഒരു ഇസഡ് ആണ് അല്ലെ? ഏതോ ഒരു ഇസഡ് ആണ്. അപ്പോ ഇതൊരു ഇസഡ് ആണോ? അല്ല, ഇതൊരു ഇസഡ് അല്ല. ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോ ഇത് ശരിയാകുമോ? ഇല്ല. അപ്പൊ ഇത് വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയല്ലേ ഇത് വരയ്ക്കുന്നത്? ഇങ്ങനെയല്ലേ ഇത് വരയ്ക്കുന്നത്? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഈ ഇസഡ് ഇങ്ങനെ വരച്ചു, ഇവിടെ ഈ ഇസഡ് ഇങ്ങനെ വരച്ചു, ഇവിടെ ഈ ഇസഡ് ഇങ്ങനെ വരച്ചു, ഇവിടെ തിരിച്ചു വരച്ചു. ഇപ്പൊ എല്ലാവർക്കും ഈ ഇസഡ് പിടികിട്ടിയോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻ വരച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ ഇസഡ് വരച്ചു എന്ന് പറയാം, നമ്മുടെ ഇഷ്ടത്തിന് പറയാം. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയോ? നോക്കുക, ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഈക്വൽ ആണ്. ഈ ഭാഗവും ഈ ഭാഗവും ഈക്വൽ ആണ്. ആ സൈഡ് കണ്ടോ? ആ സൈഡിൽ ഇങ്ങനെയാണ് ഇസഡ് പോയേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സൈഡ് വന്നേക്കുന്നത്. വരയ്ക്കുമ്പോ നോക്കണേ, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഫിഗർ കൺഫ്യൂഷൻ വന്നില്ലേ എല്ലാവർക്കും? എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോക്കിയേ, ഇങ്ങനൊരു സ്ക്വയർ, എന്നിട്ട് ഇങ്ങനൊരു ചരിഞ്ഞ് ഇസഡ്. ഇത്രയും വരെ വന്നിട്ടില്ല. വരയൊക്കെ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പോകും. അപ്പോ നോക്കിക്കോ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ, പലർക്കും കൺഫ്യൂഷൻ വന്നതാണ്, അതങ്ങ് മാറും. ഇങ്ങനെ വന്നിട്ട് ഈ നടുക്കോട്ട് വന്നിട്ട് താഴോട്ട്, ഇതേ സംഭവമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ നേരെ വന്നിട്ട് താഴോട്ട്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇവിടെ കറക്റ്റ് നേരെ, ഇവിടെ കറക്റ്റ് നേരെ. ഇവിടെ രണ്ടും ചരിച്ചു, ഇപ്പുറത്ത് ചരിച്ചു, ഇവിടെ ചരിച്ചു, ഇവിടെ ചരിച്ചു. ഇത് രണ്ട് ഈക്വൽ അല്ലേ? കോണോട് കോൺ ഈക്വൽ അല്ലേ? അതുപോലെ ആയിരിക്കും ഇവിടെ. ഇവിടെ ഇങ്ങനെയാണ് സൈഡ്, സൈഡ്. അപ്പൊ ഇങ്ങനെ സൈഡ്. ക്ലിയർ ആണ്? രണ്ട് സൈഡ്. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെയാണ് വരുന്നത്, നടുക്കാണ് വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ, നടുക്കാണ് സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായത്? ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ. എന്നിട്ട് അതൊരു ചതുരത്തിലോട്ട് വെച്ചാൽ നമ്മളുടെ ആൻസർ ആണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ കിട്ടുകയാണ്. ഇങ്ങനെ ഒരു ആൻസർ ഉള്ളത് ഏതിലാണ്? മനസ്സിലായോ? ക്ലിയർ ആണോ? ഇങ്ങനെ എടുത്തു, നേരെ വന്നു, എന്നിട്ട് ഇങ്ങനെയാണ് പോണ്ടത്, ഇങ്ങനെയാണ് പോണ്ടത്. ക്ലിയർ ആണ്? ഇവിടെ പക്ഷെ തിരിച്ചാണ് പോയേക്കുന്നത് അല്ലെ? 2 എടുക്കുമ്പോ ഇങ്ങനെ എടുത്തു, പക്ഷെ ഇങ്ങനെയാണ് പോയേക്കുന്നത് 2. അപ്പൊ 1 ആണ് കറക്റ്റ് ആയിട്ട് പോയേക്കുന്നത് ഇങ്ങനെ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായി? റീനയ്ക്ക് പിടികിട്ടി? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഞാനാണ് ആദ്യം 2 പറഞ്ഞത്, ആൻഡ്രിയ. ഓക്കെ, ഇപ്പൊ എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേർക്ക് പിടികിട്ടി? ഈ ഒരു ഫിഗറിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഫിഗറാണ്. ഇപ്പൊ എത്ര പേർക്ക് പിടികിട്ടി? നമ്മളിപ്പോ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ സൈഡ് ബന്ധമുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? എത്ര പേർക്ക് ആൻസർ പിടികിട്ടി? എത്ര പേർക്ക് പിടികിട്ടി? ക്ലിയർ ആണ്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് ആൻസർ ഓപ്ഷൻ 1 ആണ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? ആൻസർ മനസ്സിലായവർക്ക് എല്ലാം ഇമോജീസ് ഇടാം. ആൻസർ മനസ്സിലായവർക്ക് എല്ലാം ഇമോജീസ് ഇടാം. എല്ലാവർക്കും ക്ലിയർ ആയി? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഏറ്റവും ആദ്യം 1 പറഞ്ഞത് ആരാണ്? ഏറ്റവും ആദ്യം ആൻസർ 1 ആണ് എന്ന് പറഞ്ഞത് ആരാണ്? നമുക്ക് നോക്കാം. ആരാണ് ഏറ്റവും ആദ്യം 1 പറഞ്ഞത്? ആരോൺ ആണ് ഏറ്റവും ആദ്യം 1 പറഞ്ഞത്.
ആരോൺ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കൺഗ്രാറ്റ്സ് ആരോൺ, കൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ പെട്ടെന്ന് ചെയ്യണേ. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. രണ്ട് ആൻസർ വന്നു കഴിഞ്ഞു. സുനിജ ബിജു പറയുന്നു 2 ആണ്. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ. നമുക്ക് നോക്കാം. ലെറ്റ് ചെക്ക്. ഓക്കെ, ടങ് ടങ് സഹൂർ. ആഹാ, പാട്ടൊക്കെ പാടുകയാണല്ലേ. തും തും സഹൂർ. നക്ഷത്ര, ശിവനന്ദൻ, ജുവൽ, യുദ്ധി, ആദിദേവ്. കൺഗ്രാറ്റ്സ് ആദിദേവ്. ഹായ് അന്ന. ഇതുവരെ എല്ലാ ആൻസേഴ്സ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യന്റെ ഉത്തരം പറയാൻ പോവുകയാണ്. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ആരാണ് ക്ലിയർ ആയിട്ട് ഉത്തരം പറഞ്ഞത് നമുക്ക് നോക്കാം. ആരായിരിക്കും? ഈ ഒരു സ്ക്വയർ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് അല്ലെ. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ബ്ലാക്ക് കളർ വരണം. എന്നാലല്ലേ ഇത് ഫിഗർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. എന്റെ കയ്യിൽ ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് കളറൊക്കെ അടിച്ച് ഇത് കണ്ട് ക്ലിയർ ചെയ്യണം. ക്ലിയർ ആണ്. അപ്പൊ ഒരു സ്ക്വയർ എടുത്തു. എന്നിട്ട് ദാണ്ട് ഈ പൊസിഷനിലാണ് ബ്ലാക്ക് വരേണ്ടത്. ഈ പൊസിഷനിലാണ്. അപ്പൊ ഈ പൊസിഷൻ ആണോ ഇതാണോ ഇതാണോ? അപ്പൊ തന്നെ എനിക്ക് ആൻസർ കിട്ടുകയാണ്. പക്ഷെ ഇത് ഇങ്ങനെയാണോ വരേണ്ടത്? അല്ല. ഇവിടെ കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കുത്ത്. ഇതല്ലേ നമുക്ക് വരേണ്ടത്. ഇങ്ങനെയാണ് എല്ലാ സൈഡിലും. എന്നിട്ട് തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു കുത്തിടേണ്ടത്. അപ്പൊ ഇത് ഞാൻ നോക്കുമ്പോ എനിക്ക് ഇവിടെയാണ് ഇതുള്ളത്. അപ്പൊ ഇതാണ് എന്റെ ആൻസർ. 3 ആണ് എന്റെ ആൻസർ. പക്ഷേ ഇങ്ങനെയല്ല വര വന്നേക്കുന്നത്. വര അങ്ങനെയാണോ വന്നേക്കുന്നത്? അല്ല, ആ വര തെറ്റല്ലേ. ഇങ്ങനെയല്ലേ എനിക്ക് വര വരേണ്ടത്. ഇങ്ങനെയല്ലേ വരേണ്ടത്. ഇതപ്പോ എങ്ങനെ ശരിയാകും? ഇത് ശരിയല്ല. ഇത് തെറ്റാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു 3 അവിടെ ആരെന്ന് വരേണ്ടത്. ഞാൻ ആദ്യം തന്നെ 3 എഴുതേണ്ടതാണ്. ബാക്കിയെല്ലാം വെട്ടി. പക്ഷേ 3യില് ഞാനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 3 തന്നെ എടുക്കേണ്ടതാണ്. കാര്യം ഇവിടെയാണ് ഇത് വരുന്നതെന്ന് എനിക്ക് കണ്ടപ്പോ തന്നെ പിടികിട്ടി. വേറെ എല്ലാ ഫിഗറിലും വേറെ പൊസിഷനിലാണ്. അപ്പൊ ഞാൻ എന്തെഴുതും? 3 എഴുതും. എന്റെ മാർക്ക് പോകും. കാര്യം ഇത് ഇങ്ങനെ അല്ല, ഒരൊറ്റ ഫിഗർ. അപ്പൊ ഇത് തെറ്റാണ്. ഇനി അടുത്ത ഫിഗർ നോക്കി. ഇതെന്തായാലും തെറ്റല്ലേ. ഇങ്ങനെയാണോ? അല്ല. ഇത് തെറ്റല്ലേ. 2 തെറ്റല്ലേ. ഈ ഒരു വരയും ഈ ഒരു കുത്തും അടുത്തടുത്തല്ലേ വരേണ്ടത്. ഇതിന്റെ കൂടെ ആണോ? അല്ല. അപ്പൊ ഇത് ഇത്രയും തെറ്റാണ്. പിന്നെ എനിക്ക് ആൻസർ വരുന്നത് 4 ആണ്. പക്ഷെ 4 നോക്കുമ്പോൾ ഈ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ ഒരു വരയും തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം എന്റെ ആൻസറുമായി യോജിക്കുന്നു. അപ്പൊ എന്റെ കറക്റ്റ് ആൻസറിനെ ഇവർ തിരിച്ചെടുത്ത് വെച്ചേക്കുകയാണ്. എന്റെ കറക്റ്റ് ആൻസറിനെ ഇവർ എന്ത് ചെയ്തു? ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കുക. ക്ലിയർ ആണോ? അപ്പൊ എല്ലാം മാച്ച് ആണോ നോക്കുക. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഇവരൊന്ന് ബുദ്ധിമുട്ടിച്ചെന്നേ ഉള്ളൂ. ഇവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഫിഗറും ഒന്നിച്ചാണ് തരുന്നതെങ്കിൽ എന്റെ ആൻസർ ഇത് മാത്രമാണ്. ഈ 2 ഫിഗർ ഒന്നിച്ച് തന്നു കഴിഞ്ഞാൽ എന്റെ ആൻസർ ഇതാണ് എന്റെ പെർഫെക്റ്റ് ആൻസർ. പക്ഷെ എന്റെ പെർഫെക്റ്റ് ആൻസർ ഇവിടെ ഇരിപ്പില്ല. എന്റെ ആൻസറിന് പകരം എനിക്ക് ഓപ്ഷനുള്ള ഒരെണ്ണം എഴുതിയേ പറ്റൂ. 4 ഓപ്ഷൻ ഉണ്ട്. എന്റെ ആൻസർ ഇല്ല, ഞാൻ എഴുതത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തന്നതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ എന്നാണ് ചോദ്യം. അപ്പൊ എന്റെ പെർഫെക്റ്റ് ആൻസർ ഇതാണ്. ഇത് ഓപ്ഷനിൽ ഇല്ല. അപ്പൊ ഈ ഫിഗറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോ എന്തെന്നു? ഇത് മേളിൽ പോയി ഈ സംഭവം താഴെ വന്നു. ആ ഒരു രീതിയിൽ ഒരു ഫിഗർ ഇരിപ്പുണ്ട്. ഇതൊരു കട്ട പോലെ ഇരിക്കുവാണ്. തിരിച്ചിങ്ങോട്ടും വെച്ചൂടെ, അങ്ങോട്ടും വെച്ചൂടെ? അപ്പൊ അങ്ങനെ തിരിച്ച് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ മതി അല്ലെ? ക്ലിയർ ആയില്ല, ക്ലിയർ ആകാത്തവരുണ്ട്, മനസ്സിലായില്ല. എല്ലാരും ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി മാം പറയാം. എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. ശരിയാണ്, ശ്രദ്ധിക്കുക. എല്ലാരും ശ്രദ്ധിക്കണേ. ഞാൻ തുടക്കം മുതൽ പറയുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വളരെ സിമ്പിൾ ആണ്. കാര്യം എന്താണ്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ ഈ ഒരു സ്ക്വയറിനെ എനിക്കങ്ങ് ഫില്ലാക്കാൻ പറ്റും. സ്ക്വയർ എന്ത് ചെയ്യണം? ഇങ്ങനെ കളറും കൊടുക്കണം. എന്നിട്ടോ ഇവിടെ ഇങ്ങനെ ഒരു വരയിടണം. ഇങ്ങനെയാണ് വര വരേണ്ടത്. ഒരു കുത്തിടണം. ഇതാണ് എന്റെ കംപ്ലീറ്റ് ഫിഗർ. ഈ ഫിഗർ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എനിക്ക് വരേണ്ട ആൻസർ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് എന്റെ ആൻസർ. ഇവിടെ ഇരിക്കണം. ഇങ്ങനെ നമ്മള് കളറൊക്കെ ചെയ്ത ഈ ഒരു സ്മോൾ സ്ക്വയർ ഇവിടെ ഇരിക്കണം. ഇങ്ങനെ ഒരു വര ഇടണം. ഒരു സ്ലാൻഡിങ് ലൈൻ ഇടണം. എന്നിട്ട് ഒരു കുത്ത് അല്ലെ, ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ ഒന്ന് കട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഞാന് നോക്കുകയാണ്, 4 ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ആൻസർ എനിക്കുണ്ടോ? അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുവല്ല, ഇവിടെ അങ്ങനെ ഇരിക്കുവല്ല, ഇതും സ്ക്വയറിന്റെ പൊസിഷൻ ഇവിടെയല്ല. ഞാൻ പൊസിഷൻ ആണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. സ്ക്വയറിന്റെ പൊസിഷൻ ഓക്കെ ആണോ? ആകെപ്പാട് 3-ൽ മാത്രമാണ് സ്ക്വയറിന്റെ പൊസിഷൻ ഓക്കെ ആണോ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത്. എന്റെ സ്ക്വയറിന്റെ പൊസിഷൻ ഈ താഴെയാണോ, അത് ഓക്കെ. ഇനി രണ്ടാമത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം, ഈ ലൈൻ ഇങ്ങനെ സ്ലാൻഡിങ്ങും വിത്ത് കുത്തുമുണ്ടോ. അപ്പോ ഞാൻ അത് ചെക്ക് ചെയ്തപ്പോ ഇവിടെ ഈ ലൈൻ ദാ ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല എന്റെ ഒരൊറ്റ ഫിഗറിൽ. അപ്പൊ ഇത് ശരിയാവുമോ? ഇതൊരിക്കലും ശരിയാകില്ല. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായ കാര്യം ഓപ്ഷൻ 3 ഇവിടെ തെറ്റാണ് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഈ 3 തെറ്റാണ് എന്ന് എത്ര പേർക്ക് മനസ്സിലായി? 3 തെറ്റാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായോ? നമ്മളൊരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം 3 ആണെന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതെ, മിറർ ഇമേജ് ശരിയാണ്. നമ്മൾ മിറർ ഇമേജ് പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ ടേം ഉപയോഗിക്കാഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കേണ്ടത് ഈ സ്ക്വയർ എവിടെങ്കിലും ഇരിക്കട്ടെ. എന്റെ ഈ ലൈൻ ഞാൻ ഇനി തപ്പുകയാണ്. ഈ ലൈൻ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഇത് തെറ്റല്ലേ? ഇങ്ങനൊരു കുത്ത്, ഇങ്ങനൊരു സംഭവം എവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങനൊരു ഇൻറ്റു മാർക്ക് അല്ലെങ്കിൽ എക്സ് എന്നൊക്കെ പറയുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. 1 തെറ്റാണ്. 2-ലേക്ക് ഞാൻ പോയപ്പോൾ വര ഇവിടെ ഉണ്ട്, ദൂരെ ഇരിക്കുന്നു കുത്ത്. അങ്ങനെയാണോ എല്ലായിടവും? ഈ വരയും ഈ ഒരു സ്ലാൻഡിങ് ലൈനും ഈ കുത്തും ഒരുമിച്ച് വരണ്ടേ? ഈ ഒരു കളറിങ്ങുമായിട്ട് ഈ പൊസിഷനുമായിട്ട് എന്തെങ്കിലും അടുത്താണോ ഇത് വരേണ്ടത്? കളർ ഞാനൊന്ന് മാറ്റുകയാണ്. നോക്കുക, ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇതിന്റെ തൊട്ടടുത്തെങ്ങാണോ ആണോ? അല്ല. ഇത് കണ്ടോ, ഈ ബ്ലാക്ക് ഷെയ്ഡിന്റെ അടുത്ത് കൊണ്ട് ഒട്ടിച്ചു വെച്ചേക്കുന്നു. തെറ്റല്ലേ? ഒരിക്കലും അങ്ങനല്ല. ദൂരെ ഇരിക്കണം. ഈ ലൈനിന്റെ അടുത്താണ് ഇത് വരേണ്ടത്. അപ്പൊ ഇത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലായി. ഈ ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലായി. ഇനി എനിക്ക് വരേണ്ടത് ഇങ്ങനൊരു ഷെയ്ഡിങ്ങും ഈ ഒരു വരയും കുത്തുമാണ്. വരയുണ്ട്, കുത്തുണ്ട്, ഈ ഒരു ഷെയ്ഡിങ്ങും ഉണ്ട്. പക്ഷെ എനിക്ക് വരേണ്ട സാധനം ഇങ്ങനെയാണ്. ഈ പൊസിഷനിലാണ് ഇത് വരേണ്ടത്. എന്നിട്ട് ഈ പൊസിഷനിലാണ് ഈ സ്ലാൻഡിങ് ലൈനും ഈ കുത്തും വരേണ്ടത്. എന്റെ കറക്റ്റ് പൊസിഷൻ അല്ല, മിറർ ഇമേജ് ആണ്, അല്ലെങ്കിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. അപ്പൊ എന്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. പിടികിട്ടിയോ? ആൻസർ ഓപ്ഷൻ 4 ആണ്. ബാക്കിയെല്ലാം പൊട്ട തെറ്റാണ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ അതല്ലേ നമ്മൾ നോക്കുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാ? അപ്പൊ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതാണ്. ക്ലിയർ ആണ്? നിങ്ങൾ ഇപ്പൊ മാത്സ് ഒക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1.3 കിട്ടുമ്പോഴും നമ്മൾ ചിലപ്പോൾ എന്തായിട്ട് എടുക്കും? 1 ആൻസർ ആയിട്ട് എടുക്കും. കാര്യം ഏകദേശം ശരിയായിട്ടുള്ളത് ഞാൻ ആൻസർ കൊടുത്തു. ക്ലിയർ ആണ്? ഇനി എന്റെ ഓപ്ഷനിൽ എന്റെ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ തരികയാണ്. ഈ ഒരു ഓപ്ഷനില് ഇവിടെ ഇതുമുണ്ട്, എന്നിട്ട് ഇതും ഇങ്ങ് തരികയാണ്. ഇങ്ങനെയും രണ്ടും കൂടെ ഒരുമിച്ച് ഓപ്ഷന് തന്നിരുന്നെങ്കിൽ, ഇത് തന്നില്ല, ഇനി തരുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ വന്നാൽ ഇതാണ് എന്റെ പെർഫെക്റ്റ് ആൻസർ. ഈ സംഭവം ഇല്ല എങ്കിൽ പിന്നെ ഇതാണ് ആൻസർ. ഇപ്പൊ പിടികിട്ടിയോ? എല്ലാ കാര്യങ്ങളും മനസ്സിലായോ? ഇപ്പൊ ഡൗട്ട് ഉള്ളവരുണ്ടോ? തമിഴൊക്കെ കമന്റ് വരുന്നുണ്ട്. എനിക്ക് തമിഴ് അറിയത്തില്ലേ വായിക്കാൻ? ഓക്കെ, മനസ്സിലായവർക്ക് എല്ലാവർക്കും ഇമോജീസ് ഇടാം. ഡൗട്ട് ഉള്ളവർക്ക് വീണ്ടും പറഞ്ഞു തരും. അഭിനന്ദന് മനസ്സിലായില്ലേ? അഭിനന്ദൻ നടന്നൊക്കെ പോകുന്നു. ക്ലിയർ ആയി? കുറച്ചു പേർക്കൊക്കെ ക്ലിയർ ആയി. ഡൗട്ട് ഉള്ളവരെ കമന്റ് ചെയ്യണേ. ഓക്കെ, മനസ്സിലായവരെല്ലാം ഇമോജീസ് ഇടുക. മനസ്സിലായവരെല്ലാരും ഇമോജീസ് ഇടണം. എങ്കിൽ മാത്രമേ മാമിന് സന്തോഷമാകത്തുള്ളൂ. ക്ലിയർ ആണോ? എല്ലാ ഡൗട്ട് ഉള്ളവർ കമന്റ് ചെയ്യുക. മനസ്സിലായില്ല എന്ന് പറയുക. മിറർ ഇമേജ് ആണിത്. അതുകൊണ്ടാണ് നമ്മൾ അത് ആൻസർ ആയിട്ട് എടുത്തത്.
നമുക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസ് ഇടാം. ക്ലിയർ ആണ്? ഹായ് ശ്രീനന്ദ, കറക്റ്റായി. ജിൽസിനെ കറക്റ്റായി. നമുക്ക് നോക്കാം ഈ പ്രാവശ്യം ആരാണ് 4 പറഞ്ഞത്. നമ്മൾ തപ്പുകയാണ്, നമ്മുടെ വിന്നറിനെ തപ്പുകയാണ്. ആരാണ് 4 പറഞ്ഞത്? ജിൽസിന 4 പറഞ്ഞു, റീന ടി 4 പറഞ്ഞു, റിയൂബൻ 4 പറഞ്ഞിട്ടുണ്ട്, ബിജു 4 പറഞ്ഞു, അഭിനവ് 4 പറഞ്ഞു, ജെൻസി ഫിലിപ്പ് 4 പറഞ്ഞു, ജുവാൻ ജിജോ ജുവൽ 4 പറഞ്ഞു, ശിവനന്ദ 4 പറഞ്ഞു, മിലൻ 4 പറഞ്ഞു. ജുവൽ ആണ് ഏറ്റവും ആദ്യം 4 പറഞ്ഞത്. കൺഗ്രാറ്റ്സ് ജുവൽ. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം 4 പറഞ്ഞത് ജുവലാണ്. ഹായ് ജുവാൻ. കറക്റ്റ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാരും റെഡി ആണോ? ഈ പ്രാവശ്യം എല്ലാരും കറക്റ്റ് ആൻസർ പറയണം. കറക്റ്റ് ആൻസർ പറയുന്ന എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. തെറ്റിയവര് വിഷമിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? എക്സാം നമുക്ക് ശരിയാക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയണേ. വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാരും ആൻസർ പറയണേ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടി. ഇതിന്റെ ആൻസേഴ്സ് ഇതാ വരാൻ പോവുകയാണ്. ശ്രീലക്ഷ്മി 4 പറഞ്ഞിരിക്കുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് ശ്രീലക്ഷ്മി 4 എന്ന ആൻസർ പറഞ്ഞു. എസ് ഫോർ ഫാമിലി. ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞു തരും. ആരോൺ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് ഒരു 1 പറഞ്ഞത്. ബാക്കി എല്ലാവരും 4 ആണ് ഉറപ്പിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് ശരി. നക്ഷത്ര പറയുന്നു 4. ആവണി 1 പറയുന്നു. ആരോണിനൊപ്പം താണ്ടെ അടുത്ത ആൾ ആവണി വരുന്നു. ബാക്കി എല്ലാവരും 4 പറയുകയാണ്. അഭിനന്ദ 4 പറയുന്നു. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ആരുടെ ആൻസർ ആണ് ശരി. 4 ആണോ 1 ആണോ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു ട്രയാങ്കിൾ അല്ലെ ഇങ്ങനെ സൈഡിലേക്ക് പോവുകയാണ്. ഇവർ രണ്ടും നേരെ പോവുകയാണ്. ഒരാൾ ഇങ്ങോട്ട്, മറ്റേ ആള് ആ പോസ്റ്റിന് തിരിച്ചു വന്നേക്കുന്നു. എങ്കിൽ പിന്നെ ഇവർ രണ്ടും ഒരുപോലെ പോകണമല്ലോ. ഇവരിൽ ഒരാൾ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അങ്ങോട്ട് പൊക്കോണം അല്ലെ. ഇങ്ങനെയാണ് പോകേണ്ടത്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. കോണോട് കോ. നിങ്ങൾ നോക്കി ഒരു എക്സ് വരയ്ക്കുന്നത് പോലെ ഇവരെ ഇങ്ങോട്ട് വരച്ചേക്കുന്നു. ഇത് പകരം അങ്ങോട്ട് പോകുന്നു. ഇവിടെ താണ്ട് ഇങ്ങോട്ട് വരുന്നു എങ്കിൽ ഇവിടെ ട്രയാങ്കിൾ അങ്ങോട്ട് ഫേസ് ചെയ്തുള്ള ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ അങ്ങോട്ടാണ് ട്രയാങ്കിൾ ഇരിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതാണോ? ഇത് താഴോട്ടല്ലേ? അല്ല. ഇതാണോ? ഇത് സൈഡിലേക്കല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആണോ ട്രയാങ്കിൾ? അല്ല, അങ്ങോട്ട്. 4 ആണ് ആൻസർ. 4 ആണ് ആൻസർ. മെജോറിറ്റി ആളുകൾ പറഞ്ഞ 4 തന്നെയാണ് ആൻസർ. എന്തുകൊണ്ട് 4 ആയി? പിടികിട്ടിയോ? ഇങ്ങോട്ട് ഫേസ് ചെയ്ത് സെയിം പൊസിഷനിൽ തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ടും ഒരു ട്രയാങ്കിൾ അങ്ങോട്ടും ആണോ? അല്ല, 3 അല്ല. ഇനി ഈ സൈഡിലോട്ടല്ല ഇനി വരയ്ക്കേണ്ടത്. ഈ നേരെ ഇങ്ങനെയാണ് ഇത് പോകേണ്ടത്. അങ്ങനെ പോകുന്ന ഒറ്റ ഫിഗറേ ഉള്ളൂ. ഓപ്ഷൻ 4 ആണ്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഈ പ്രാവശ്യം നമ്മളുടെ ഏറ്റവും ആദ്യം പറഞ്ഞ ആൾ ആരാണത്? 4 ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് ആരാണ്? നമുക്ക് നോക്കാം. ശ്രീലക്ഷ്മിയാണ് ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം പറഞ്ഞത്. അനിക ഇപ്പൊ കാണുന്നില്ലല്ലോ. അനിക ആൻസർ ആദ്യം പറയുന്നില്ല. അനിക ഓക്കെ. കൺഗ്രാറ്റ്സ്. ഹായ് ജുവൽ മറിയ. ഹായ് ജുവൽ. ഓക്കെ, താങ്ക് യു, ലവ് യു. സുനിജയ്ക്ക് മനസ്സിലായില്ല. നമുക്ക് നോക്കാം. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ സുനിജയ്ക്ക് മനസ്സിലായില്ല. സുനിജയ്ക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കട്ടെ. ശ്രദ്ധിക്കണേ, എല്ലാരും ശ്രദ്ധിക്കണേ. ഈ ഫിഗർ എന്താണ്? ഫിഗറിൽ ഒരു സ്ക്വയർ ഉണ്ട്, എന്നിട്ട് ഒരു ട്രയാങ്കിള് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. രണ്ടുപേരും ഒരേ പൊസിഷനിലാണ് പോകുന്നത്. നോക്കിയേ, ഈ ട്രയാങ്കിളും നേരെ പോകുന്നു. ഇവർ രണ്ടും പോകുന്നു. അതായത് ഒരാള് താഴോട്ടാണെങ്കിൽ മറ്റേ ട്രയാങ്കിളും അങ്ങോട്ട് തന്നെ. ഒരു ട്രയാങ്കിൾ മുകളിലോട്ട് പോകുന്നെങ്കിൽ ഈ ട്രയാങ്കിളും മുകളിലോട്ട് തന്നെ. അല്ലാണ്ട് ഇങ്ങനെയാണോ? ഒരു ട്രയാങ്കിൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഈ ട്രയാങ്കിൾ ഇങ്ങോട്ടാണോ? അല്ല. അപ്പൊ ഇത് തെറ്റല്ലേ? തെറ്റാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് തെറ്റാണ് മാത്രം മനസ്സിലായി.
ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ ഓപ്ഷൻ തെറ്റാണ് പിടികിട്ടി. ഇനി ട്രയാങ്കിളിന്റെ പൊസിഷൻ നോക്കുക. ഈ ട്രയാങ്കിൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഈ ട്രയാങ്കിൾ ഇങ്ങനെ കൂർത്ത പോയിന്റ് താഴോട്ട്, ഇതിന്റെ കൂർത്ത പോയിന്റ് താഴോട്ട്. അപ്പൊ ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ഈ സ്ക്വയർ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ സ്ക്വയർ സംഭവിക്കുന്നത് എന്താണ്? ഇവർ ഇങ്ങോട്ട് കൂർത്ത പോയിന്റ് വെച്ചെങ്കിൽ ഇവരിതാ തിരിച്ച് കൂർത്ത പോയിന്റുകൾ അങ്ങോട്ട് പോകുന്നു. കൂർത്ത പോയിന്റുകൾ അങ്ങോട്ട് പോകുന്നു. കണ്ട, ഇവരിങ്ങോട്ടും അവരങ്ങോട്ടും, ഇവരിങ്ങോട്ട് പോകുന്നു അവരങ്ങോട്ട് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത് കോണോട് കോൺ. അപ്പൊ ഈ കോണോട് കോൺ എന്ത് നടക്കണം? ഇവരുടെ കൂർത്ത പോയിന്റ് ഈ സൈഡിലോട്ടാണ് എങ്കിൽ ഇവിടുന്ന് കൂർത്ത പോയിന്റ് ഈ സൈഡിലോട്ട് വരയ്ക്കണ്ടേ? ഈ കൂർത്ത പോയിന്റ് അങ്ങോട്ട് മുകളിലോട്ട് തന്നെ ഈ കൂർത്ത പോയിന്റ് വരയ്ക്കണ്ടേ? കണ്ട, മനസ്സിലായ? കൂർത്ത വരുന്ന പോർഷൻ, ഈ കൂർത്ത് വരുന്ന ട്രയാങ്കിളിന്റെ ഈ പോർഷൻ എങ്ങോട്ടാണ്? ഇത് നമ്മളൊരു ആരോ പോലെ നോക്കുക. ഇത് ഇങ്ങോട്ടാണ്, ഈ ആരോ ഇങ്ങോട്ട്, ഈ ആരോ ഇങ്ങോട്ട്, അങ്ങനെയാണെങ്കിൽ ഈ ആരോ ഇങ്ങോട്ട്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ പിടികിട്ടിയോ? ഇപ്പൊ പിടികിട്ടിയോ? ഹായ്, ഓക്കെ, 6 ലൈക്ക് അടിച്ചു. സുനിജിക്ക് ഇപ്പൊ മനസ്സിലായോ? ഹായ് ഗൗതമിന് മനസ്സിലായോ? ഇപ്പൊ ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് പറയുന്നു. ഓഗസ്റ്റ് 15 ആയിരുന്നു ഇന്ന്. യെസ്റ്റർഡേ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? സുനിജയ്ക്ക് മനസ്സിലായോ? ഇപ്പോ സുനിജയ്ക്ക് പിടികിട്ടിയോ? നമ്മൾ ഇതൊരു ആരോ പോലെ നോക്കുക. ഈ ആരോ ഇങ്ങോട്ടാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആരോ ഇങ്ങോട്ടാണ്, ഈ ആരോ ഇങ്ങോട്ടാണ്. അപ്പൊ ഈ ആരോ ഇങ്ങോട്ടായിരിക്കണം. ആരോയുടെ സൈഡിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ട്രയാങ്കിൾ നേരെ വരച്ചേക്കുന്നു. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ നേരെ വരയ്ക്കുന്നു. ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ ഇതിന്റെ സ്ക്വയർ ഇങ്ങനെ ആയിരിക്കത്തില്ലേ? ഇതല്ലേ അപ്പൊ ആൻസർ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ആൻസർ ഏറ്റവും ആദ്യം പറയും. ഇതുവരെ ഫുൾ ആൻസർ കറക്റ്റ് ആയ എത്ര പേരുണ്ട്? ഇതുവരെ പറഞ്ഞ എല്ലാ ആൻസേഴ്സും കംപ്ലീറ്റ് ശരിയായിട്ടുള്ള എത്ര പേരുണ്ട്? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. എല്ലാരും ശ്രദ്ധിച്ചോ. ഏറ്റവും ആദ്യം ആൻസർ പറയുന്ന ആരാന്ന് മാമൻ അറിയണം. ഓക്കെ, ഇതാണ് അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും വന്നിട്ടുണ്ട്. പെട്ടെന്ന് ആൻസർ പറയണേ. ഹായ് സമ്മത്, ഹായ് ആൻഡ്രിയ. അപ്പൊ ഇതുവരെ കംപ്ലീറ്റ് ശരിയായിട്ടുള്ള കുറെ പേരുണ്ട്. കൺഗ്രാറ്റ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ ഇവിടെയും ആൻസറിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. 3ഉം 2ഉം പറയുന്നുണ്ട്. ആരുടെ ആൻസർ ആയിരിക്കും ശരി എന്ന് നമുക്ക് നോക്കണം. എസ് ഫോർ ഫാമിലി 3 പറഞ്ഞു. അനിക നമ്മുടെ അനിക തിരിച്ചു വന്നു. അനിക താണ്ട് 3 പറഞ്ഞു. അനു മിലനാണ്, മിലൻ 2 പറഞ്ഞു. നിരഞ്ജനും 2 പറയുന്നു. ഇവയെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഇപ്രാവശ്യം നമുക്ക് കമന്റ് കണ്ടില്ല ഇവയുടെ. ഓക്കെ, ഇവ 3 പറഞ്ഞിട്ടുണ്ട്. ജുവല 3 പറയുന്നു. റയാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഈ ക്ലാസ്സിൽ റയാന്റെ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട്. റയാന് 3 ആണ്. കൺഗ്രാറ്റ്സ് റയാന്റെ മിക്ക ആൻസേഴ്സും ശരിയായിരുന്നു ഈ പ്രാവശ്യം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. കൺഗ്രാറ്റ്സ് ജിൽസിന, എല്ലാ ആൻസറും കറക്റ്റ് ആയിരുന്നു അല്ലെ? ശിവാനി, ഹന്ന, ഹലൻ. അപ്പൊ നമുക്ക് നോക്കാം 3 ആണോ 4 ആണോ? കുറെ പേര് 3 പറയുന്നു, കുറച്ചു പേർ 4 പറയുന്നു. ലെറ്റ്സ് ചെക്ക് ആരുടെ ആൻസർ ആണ് ശരി. ഇത് കണ്ടോ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫിഗർ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇതെന്താ നടക്കുന്നത്? ഇങ്ങനൊരു വലിയൊരു ഫിഗർ ഇവിടെ നിൽക്കുന്നുണ്ട്. വലിയൊരു ഫിഗർ ഇങ്ങനെ വരയ്ക്കുന്നു. നോക്കിയേ, ഈ ഫിഗർ കണ്ടോ? ഞാൻ വരച്ചത് കണ്ടോ? തെറ്റുണ്ട്. കാര്യം ഇതിങ്ങനെ ഇവിടം വരെ മുട്ടുന്നുണ്ടോ? നമ്മളെല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഇതിനകത്ത് പറയാത്ത കാര്യം വരയ്ക്കാൻ പാടില്ല. കണ്ടോ, ചിലർ വരയ്ക്കുമ്പോ ഇങ്ങനെ അങ്ങ് വരയ്ക്കും. അത് തെറ്റാണ്. ഇവിടം വരെ മുട്ടുന്നുള്ളൂ. ഒരു ചെറിയ സ്പേസ് നിന്നിട്ടാണ് മുട്ടുന്നത്. ക്ലിയർ ആണേ? അപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരില്ലേ? ഇത്രയും വരും. ഇവിടെ ഇങ്ങനൊരു ഭാഗം വരും. അപ്പൊ ഈ ഫിഗർ തെറ്റല്ലേ? ഈ ഫിഗർ തെറ്റല്ലേ?
ഇങ്ങനെയല്ലേ ഇത് വരേണ്ടത്, ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. ക്ലിയർ ആണ്? ഇങ്ങനൊരു സ്ലാൻഡിങ് ലൈൻ ചെറുതായിട്ട്, പിന്നെ ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരും. ഇത്രയും ശരിയാണ്. ഇത്രയും ശരിയാണോ? ഇവിടെയും ദാണ്ട് ഇങ്ങനെ ഒരു ലൈൻ പോകണം, ഇങ്ങനെ ഒരു ലൈൻ പോകണം, ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഈ രണ്ട് ഇങ്ങനെ വലിയ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തുവാ ചെയ്തേക്കുന്നത്, ഇങ്ങനൊരു പോയിന്റ് വെക്കുന്നു, ഇങ്ങനൊരു പോയിന്റ്. അപ്പൊ ഇവിടെയും ഞാൻ ഇങ്ങനൊരു പോയിന്റ് വെക്കണം. അപ്പൊ എന്റെ ആൻസർ ഫിഗർ എങ്ങനെ ഇരിക്കണം നോക്കിയേ. എന്റെ ആൻസർ, ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് വരച്ചാലേ നമുക്ക് ആൻസർ ഫിഗർ കിട്ടും. എന്റെ ആൻസർ ഫിഗർ ഇരിക്കേണ്ടത് എങ്ങനെയാണ്? അതായത് ഇവിടെ കോർണറിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങറ്റം വരെ വരേണ്ട ഇങ്ങനൊരു പോയിന്റ്, ഒരു സ്ലാൻഡിങ് പോയിന്റ്. എന്നിട്ട് ഇതേ പൊസിഷനില് ഇങ്ങോട്ടും വന്ന് ഒരു സ്ലാൻഡിങ് പോയിന്റ്, ഇവിടെയും പോയി ഇങ്ങറ്റം വരെ ജോയിൻ ചെയ്യേണ്ട. ഇങ്ങനെയാണോ ഇത്? തെറ്റാണ്. ഇങ്ങനെയാണോ ഇത്? തെറ്റാണ്. ഇങ്ങനെയല്ലേ ജോയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ വരുന്ന സംഭവം എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഈ പൊസിഷന്റെ അത്ര എത്തുന്നുണ്ടോ? ഇതിന്റെ അത്ര എത്തുന്നുണ്ടോ? ഇല്ല, ഇതിൽ താഴെയാണ്. ആ ഒരു സ്ഥലമൊക്കെ നമ്മൾ നോക്കണേ, എവിടം വരെ ഇത് വരുന്നു. അപ്പൊ അതിൽ താഴെയാണ്. താഴെയാണെങ്കിൽ ഇവിടെ വരെ വരണ്ട, ഇങ്ങനെയാണ് എന്റെ ആൻസർ ഫിഗർ. ഇത് കണ്ടോ, ഇവരൊക്കെ ഇത് വരച്ചേക്കുന്നത് ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇങ്ങനെയാണോ വരുന്നത്? ഈ രണ്ടിന്റെയും ഇങ്ങനെയാണോ വരേണ്ടത്? അല്ല, അതിൽ താഴെ നിൽക്കണം. അതിൽ താഴെ നിൽക്കണം. നമ്മള് മാം പറയുമ്പോ എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ. മാമി വരയ്ക്കുമ്പോ എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഇത് തെറ്റല്ലേ? അപ്പൊ നമ്മുടെ യഥാർത്ഥ ആൻസർ ഏതാണ്? നമ്മുടെ ഈ ഫിഗറുമായി ഏകദേശം അല്ലെങ്കിൽ മാച്ചിങ് വരുന്നത് ഈ 3 എന്ന ഫിഗറാണ്. ഇതല്ലേ ഇവിടെ കൊണ്ടുവച്ചാൽ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ആകുന്നത്. ഇങ്ങനെയല്ലേ? എത്ര പേർക്ക് മനസ്സിലായി? 3 ആണ് ആൻസർ എന്ന് എത്ര പേർക്ക് പിടികിട്ടി? ഇമോജീസ്, നിങ്ങളുടെ ഫേവറേറ്റ് ഇമോജീസ് ഇടുക. എല്ലാവരുടെയും ഫേവറേറ്റ് ഇമോജീസ് ഇടണേ. ഹായ് അതുൽ, അതുൽ ഹായ്. നക്ഷത്ര, ഓക്കെ. അന്ന, എല്ലാവരും ആൻസർ 3 പറഞ്ഞു, ശരിയായി. ശിവാനി ആൻസർ പറഞ്ഞു. നമുക്ക് ഇതിനകത്ത് എപ്പോഴും നമ്മുടെ ആൻസർ അല്ല എന്ന് തോന്നുന്ന ഫിഗർ ആദ്യമേ നമ്മൾ വെട്ടിക്കളയുക. ഇതെന്റെ ഫിഗർ അല്ല, ഇതെന്റെ ആൻസർ അല്ല, അത് നമ്മളങ്ങ് വെട്ടുക. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? എസ്ബോ ഫാമിലി ഏറ്റവും ആദ്യ ആൻസർ പറഞ്ഞു. കൺഗ്രാറ്റ്സ്, കൺഗ്രാറ്റ്സ്. സുനിജയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ആൻസർ നമ്മളുടെ എല്ലാവർക്കും ഈ ആൻസർ പിടികിട്ടിയില്ലേ? ഞാൻ ഒന്നും കൂടെ ചോദിക്കാണ്, ഈ ആൻസറിൽ ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? ഈ ആൻസറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ യെസ് ഡൗട്ട് ഉണ്ട് എന്ന് തന്നെ കമന്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ. അഭിനന്ദ് ഹായ്. ഷൗഹാൻ ഹായ്. ഷെറിൻ പീറ്റർ, ശിവനന്ദൻ, ബിൻസി. ഡൗട്ട് ഉള്ളവര് പറയണേ. ഈ ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ട് എന്ന് പറയുക. ഈ ചോദ്യത്തിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് പറയുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമുക്ക് ലെറ്റ്സ് ക്ലിയർ ഇറ്റ്. ഓക്കെ, ഡൗട്ട് ഇല്ല, നോ ഡൗട്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഈ ചോദ്യവും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും ആദ്യം ആരാണ് ആൻസർ പറയുന്നത്? ലെറ്റ്സ് ചെക്ക്. ആരാണ് ആദ്യം പറയുന്നത്? നമുക്ക് നോക്കാം. എല്ലാവർക്കും ആൻസേഴ്സ് മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആൻസർ അല്ല എന്ന് തോന്നുന്ന ഫിഗർ അവിടെ ഇരിപ്പുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് എന്തായാലും ആൻസർ അല്ല, അപ്പൊ അത് വെട്ടിക്കളയുക. പിന്നെ ഇതിലെ 2 ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ, ശ്രദ്ധിച്ചു നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണിത്. നിങ്ങളുടെ ശ്രദ്ധ മാത്രം മതി. 3 പറയുന്നു, 4 പറയുന്നു, 2 പറയുന്നു. ഓക്കെ, 3, 4, 2 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇവ 4 പറയുന്നു, ഇവ ഉറപ്പിച്ചു നിൽക്കുകയാണ്. അനീഷ് 4 പറയുന്നു, അതുൽ 3 പറയുന്നു, അഭിനവ് പറയുന്നു 4 ആണ്, റയാൻ പറയുന്നു 4 ആണ്, ഏഞ്ചൽ പറയുന്നു ഇല്ല 3 ആണ്. തുംതും സഹോർ 4 പറയുന്നു, അഭിനവ് വീണ്ടും പറയുന്നു ഞാൻ 4 ആണ്, ഹന്നിയും പറയുന്നു 4 ആണ്, ആരോൺ പറയുന്നു 2 ആണ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. സുനിജ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്?
ഇവിടെ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സർക്കിൾ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ 2 വര വരച്ച് ഈ കുഞ്ഞൻ സർക്കിളിനെയും ഈ അകത്തൂടെ പോകുന്ന ഈ ബിഗ് സർക്കിളിനെയും ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ദാണ്ടെ ഇവിടെ ആ സർക്കിൾ കംപ്ലീറ്റ് ആയി, ഇവിടെ സർക്കിൾ കംപ്ലീറ്റ് ആയി. ഇവിടെ ഇങ്ങനെയാണോ സർക്കിൾ ഒക്കെ വന്നേക്കുന്നത്? ഇത് തെറ്റല്ലേ? ഇങ്ങനെയാണോ? 2 ലൈൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ ഇങ്ങനെ ഒരു 2 ലൈൻ? ഇങ്ങനെ ഒരു 2 ലൈൻ ഉണ്ടോ ഇവിടെ? അപ്പോ ഇവിടെ നമ്മള് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എല്ലായിടവും അങ്ങനൊരു കംപ്ലീഷനിലേക്ക് പോകുന്നില്ല. നോക്കുക, അതാണ്ട് ഈ സൈഡിൽ കംപ്ലീഷൻ ഉണ്ട്. ശ്രദ്ധിക്കണേ. നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചെയ്യേണ്ട രീതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ്ട് ഈ ഒരു സൈഡിൽ കംപ്ലീഷൻ ഉണ്ട്, 2 സർക്കിൾ. ഈ സൈഡും അതുപോലെ തന്നെ 2 സർക്കിൾ. അപ്പൊ ഇത് കോണോട് കോൺ, ഈ കോൺ തുല്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ വലിയ സർക്കിൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. വലിയ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ വലിയ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ചെറിയ സർക്കിളിന് പകരം ചെറിയ സർക്കിളിന്റെ ഒരു പൊസിഷൻ പോലെ വന്ന ഒരു ട്രയാങ്കിൾ പോലെ ഒരു ആർക്കാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഒരു സർക്കിളിന്റെ ഒരു ഭാഗത്തെ നമ്മൾ ആർക്ക് എന്നൊക്കെ പറയും. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് തിന്നത്തില്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ഭാഗമാണ്, ഈ കേക്ക് കട്ട് ചെയ്ത് തിന്നുന്ന ഭാഗമാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പൊ ഈ 2 ലൈൻ മാത്രം വരച്ചാൽ ശരിയാകുമോ? ഇവിടെ സ്ക്വയറിന്റെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഈ 1ഉം 2ഉമല്ല. സ്ക്വയർ ആണോ? അല്ല. ഇനി ഇത് കണ്ടോ? ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഫിഗർ എന്ന് പറയുമ്പോൾ ഒരു സർക്കിള്, ഒരു സ്ക്വയർ പുറത്ത് വരച്ചു. ഈ ഒരു സർക്കിളിന്റെ പോർഷൻ, ഈ സർക്കിളിന്റെ പോർഷൻ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതിനുള്ളിൽ ഇതിന്റെ ഒരു ചെറുത് വരച്ച് വെച്ചേക്കുവാണ്. 2 കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ എടുത്തു വെച്ചേക്കുവാണ്. അങ്ങനെയാണോ ഇവിടെ എടുത്തു വെച്ചത്? ഇവിടെ ആദ്യം ഈ മെയിൻ സർക്കിൾ ഇങ്ങനെ അങ്ങ് യോജിപ്പിച്ചു. അത് ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കണം. ചിലർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇവിടെ ചെയ്തേക്കുന്നത് എന്താണ്? 3rd ഓപ്ഷൻ നോക്കുക. ഇവിടെ ചെയ്തേക്കുന്നത് ഈ മെയിൻ സർക്കിൾ യോജിപ്പിക്കുകയാണ്, അല്ലെ? കംപ്ലീറ്റ് ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. ഇങ്ങറ്റത്ത് നിന്ന് ഇങ്ങറ്റം വരെ യോജിപ്പിക്കുകയാണ് എല്ലായിടവും ചെയ്തേക്കുന്നത്. കണ്ടോ? എല്ലായിടവും ഇങ്ങനെ യോജിപ്പിച്ചു പോവുകയാണ്. ഇവിടെ അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? അണ്ട് ഇത്രയേ ഉള്ളൂ, ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു പടം വരച്ചേക്കുവാണ്. ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ വരയ്ക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? 4 ആണ്. എന്തുകൊണ്ടാണ് 4 ആൻസർ ആയത് എന്ന് പിടി കിട്ടിയോ? ക്ലിയർ ആണോ? ഇവിടെ കോണോട് കോൺ അല്ലെങ്കിൽ സിമട്രിക് ഇത് തുല്യമാക്കി വരച്ചേക്കുവാണ്. ഇവിടെയും തുല്യമാണ്, ഇതും തുല്യമാണ്. ഇങ്ങനെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? റജിക്ക് ദേഷ്യം വരുന്നു. 8:54 ക്ലാസ് നിർത്തണം എന്നാണ് റജി പറയുന്നത്. ഇൻട്രസ്റ്റ് ഇല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ? റെഡിയല്ലേ നിങ്ങൾ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡിയല്ലേ? റെഡിയാണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് റെഡി ആണോ എന്ന് ഞാൻ നോക്കട്ടെ. എല്ലാവർക്കും താല്പര്യം ഉണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ കാണാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടോ നോക്കട്ടെ. റെഡിന്ന് മെസ്സേജ് അയച്ചാൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ തരത്തുള്ളൂ. അല്ല ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ക്ലാസ് നിർത്തും. എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. ഇൻട്രസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? നല്ല രസമല്ലേ? ഒരു ഗെയിം കളിക്കുന്ന പോലെ സിമ്പിൾ അല്ലേ? നമ്മൾ നോക്കുന്നു, ആൻസർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഒരു കുഞ്ഞു കൺഫ്യൂഷൻ വന്നല്ലേ? ഓക്കെ. ചില ക്വസ്റ്റ്യൻസിലെല്ലാം എന്താണ് കുഞ്ഞു കൺഫ്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഇടുന്നത്. നിങ്ങൾ കൺഫ്യൂസ് ആകണം, നിങ്ങളുടെ മാർക്ക് കളയണം, അതാണ് ലക്ഷ്യം. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമുക്ക് ഇതൊക്കെ അറിയാം. എത്ര ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യും, അല്ലെ? സുനിജയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും കാണിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുകയാണ്. നിരഞ്ജനക്ക് റെഡിയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, ലെറ്റ്സ് ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വരട്ടെ. ക്വസ്റ്റ്യൻ ദാണ്ടേ വന്നു കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടോ? എസ് ഫോർ ഫാമിലി, കൺഗ്രാറ്റ്സ് കേട്ടോ. ഒരു ആൻസർ വളരെ കറക്റ്റ് ആയി ചെയ്തു. ഇന്ന് നമ്മളുടെ ഈ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ തവണ ഫസ്റ്റിൽ ചെയ്തത് അനികയാണ്. അനികയ്ക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഓക്കെ, എസ് ഫോർ ചെയ്തു.
ടോപ്പില് ജുവല് ടോപ്പില് ചെയ്തിട്ടുണ്ട്. ജുവാൻ ജിജോ ടോപ്പിൽ ചെയ്തു. ജുവൽ ടോപ്പിൽ ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ. കൺഗ്രാറ്റ്സ്. അപ്പൊ തന്നെ ഒരുപാട് പേര് ആൻസർ പറഞ്ഞു. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. 3 ആണോ 4 ആണോ 1 ആണോ എന്നൊക്കെ ഒരു ചെറിയ 2 വന്നു. ഓക്കെ, 1 2 3 4 4 ഓപ്ഷൻസും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്തു, എന്തും കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. നോക്കാം ഇതെന്താണ് ചെയ്തേക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. ഇതും ഒരു സ്ക്വയറിലാണ് വരച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയേക്കുന്നു. തൊട്ട് താഴെ ഒരു ലൈൻ പോയേക്കുന്നു. അത് കഴിഞ്ഞിട്ടും ഒരു ലൈൻ പോയേക്കുന്നു. അതായത് 3 ഇങ്ങനെ ലോങ് ലൈൻസ് പോയേക്കുവാണ്. എങ്കിൽ ഇവിടെയും അങ്ങനെ ഒരു ലോങ് ലൈൻസ് അങ്ങ് പോണ്ടേ. ലോങ് ലൈൻസ് അങ്ങ് പോയി. ഇനി തന്നെ ഈ സൈഡിൽ ഒരു ലൈൻ, കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ മറ്റൊരു ലൈൻ. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ. ഈ സൈഡിൽ ഒരു ലൈൻ, കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ മറ്റൊരു ലൈൻ. ഇപ്പോൾ ഈ ഫിഗർ കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി. അപ്പൊ എനിക്ക് കിട്ടിയ ചെറിയ പോർഷൻ ഫിഗർ എന്ന് പറയുന്നത് ഇത്രയും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് 1 ലൈൻ, ചെറിയ ഡിസ്റ്റൻസിൽ 2 ലൈൻ, ചെറിയ ഡിസ്റ്റൻസിൽ 3 ലൈൻ. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഇങ്ങനൊരു ലൈൻ, കുറച്ച് ഗ്യാപ്പിൽ ഇങ്ങനൊരു ലൈൻ. ഇതാണ് എന്റെ ആൻസർ ഫിഗർ. നമുക്ക് നോക്കണം ഇങ്ങനൊരു ആൻസർ. അതായത് താഴെ 3 ലൈൻ, 1 2 2 ലൈനേ ഉള്ളൂ. 3 ലൈൻ വേണ്ടേ? താഴെയാണോ ലൈൻ ഉള്ളത്? മുകളിൽ 2 ലൈൻ. തെറ്റല്ലേ? 1 2 3 ലൈൻസ് ഉണ്ട്. 1 2 3. പിന്നെ ഇവിടുത്തെ ലൈനാണ്, ഈ സ്ക്വയറിന്റെ ലൈനാണ് ലാസ്റ്റ്. ഇവിടെ ഇങ്ങോട്ട് 1 2 എല്ലാം ശരിയാണ്. 3 ആണ് ആൻസർ വരുന്നത്. ഇനി ഇവിടെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ 1 2 3 ലൈൻസ് ഉണ്ട്. പക്ഷെ ഈ വര ഈ സൈഡിലായിരുന്നു വരയ്ക്കേണ്ടത്. ഇവിടെ അല്ലായിരുന്നോ വരയ്ക്കേണ്ടത്? ഇതിനോട് ചേർന്നല്ലേ വരയ്ക്കേണ്ടത്? ഇങ്ങനെ ആയിരുന്നല്ലേ വരയ്ക്കേണ്ടത്? ഇവിടെ ആണോ വരയ്ക്കേണ്ടത്? അല്ല. ഇപ്പോ എല്ലാവർക്കും ക്ലിയർ ആയോ? പലരും പല ആൻസർ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫിഗറിനെ നമ്മൾ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇത് കോൺ സെയിം ആണോ? എല്ലാ സംഭവങ്ങളും ഒരുപോലെയാണോ? ഇതെങ്ങനെയാണ് നമ്മൾ സ്വയം നോക്കുക. ഓക്കെ ആണ്? ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായവരെല്ലാരും ഇമോജീസ് ഇട്ടേ. ഇമോജീസ് ഒക്കെ ഒന്ന് വാരി വിതറിയേ. നോക്കട്ടെ നിങ്ങളുടെ ഫേവറേറ്റ് ഇമോജീസ് ഒക്കെ ഒന്ന് കാണട്ടെ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എങ്കിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും പറയാം. ഓക്കെയാണ്? എല്ലാവർക്കും മനസ്സിലാവണം. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടണം. അതിനല്ലേ മാം ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്തു. എല്ലാവർക്കും ക്ലിയർ അല്ലേ? അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഇത് നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നമ്പർ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ. തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ. ഫോർത്ത് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ. ഇതാണ് നമ്മളുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ പറയാം. ആറാമത്തെ ചോദ്യം ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാം. ഏഴാമത്തെ ചോദ്യം ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാം. ഇത് നമ്മുടെ എട്ടാമത്തെ ചോദ്യമാണ്. ഇത് നമ്മുടെ 9th ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പർ തരുക. അപ്പൊ നമുക്ക് ആൻസർ പറയാം. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ഹന്ന. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഉള്ളത് അനികയ്ക്കാണ്. അതുപോലെ എസ്പോ ഫാമിലി, ജുവൽ. അപ്പൊ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ ടോപ്പായിട്ട് ഏറ്റവും ഫസ്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ എല്ലാ ആൻസറും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പൊ ഇതുവരെ ആക്റ്റീവായിട്ട് ഇരുന്ന എല്ലാവർക്കും, നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ആക്റ്റീവായിട്ട് നിങ്ങൾ ഇരുന്നില്ലേ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയില്ലേ, അപ്പൊ കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പോ ഇതുവരെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉള്ളവര് ആ നമ്പർ ഇട്ടിട്ട് ഡൗട്ട് എന്ന് പറയാമെങ്കിൽ ഞാൻ എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞു തരാം. ഓക്കെ ആണ്? താങ്ക് യു ജുവൽ. ജുവലിന് ക്ലാസ് ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്ക് നിർത്താം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ ഇന്നലെ ആയിരുന്നു. നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരുപാട് രക്തസാക്ഷികളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു, ബൈ.